Dear brothers and sisters in Christ, let us sing a song by clapping our hands. ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരെ, നമുക്ക് രണ്ട് കൈകളും തട്ടി ഈ പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. പാപപരിഹാർത്തം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാർത്തം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. Once a guru and his disciples were traveling. ഒരിക്കൽ ഒരു ഗുരുനാഥനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒത്ത് സഞ്ചരിക്കുകയായിരുന്നു. The next evening they reached the village. അടുത്ത നാൾ വൈകുന്നേരം ഒരു ഗ്രാമത്തിൽ ആ സംഘം എത്തിച്ചേർന്നു. They asked the villagers for food and bed sheets. ആ ഗ്രാമവാസികളോട് ഈ ഗുരുവും ശിഷ്യന്മാരും രാത്തങ്ങുവാൻ ഒരു സ്ഥലവും ആഹാരവും പുതപ്പും ചോദിച്ചു. But the villagers gave no help. ആ ഗ്രാമവാസികൾ അവരെ സഹായിച്ചേയില്ല. So they suffered the whole night of cold and hunger. ആകയാൽ ആ രാത്രി മുഴുവൻ ആ സംഘം വിശപ്പോടും തണുപ്പോടും കഴിയേണ്ടി വന്നു. The next morning when they left, പിറ്റേ ദിവസം രാവിലെ ആ പട്ടണം അവർ വിടുമ്പോൾ the guru prayed to God. ആ ഗ്രാമവാസികൾക്ക് വേണ്ടി ആ ഗുരു ഇങ്ങനെ പ്രാർത്ഥിച്ചു. Lord, bless these people, let them stay here comfortably always. ദൈവമേ, ഈ ഗ്രാമവാസികളെ അങ്ങ് സുഖമായി അനുഗ്രഹിക്കണമേ, എപ്പോഴും ഇവർ ഇവിടെ തന്നെ ആയിരിക്കട്ടെ. The next evening there is another village. ആ സംഘം പിറ്റേ ദിവസം വേറൊരു ഗ്രാമത്തിലെത്തി. The people there welcomed the guru and his disciples with love and care. ആ പട്ടണത്തിലുള്ള ആ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾ ഈ ഗുരുവിനെയും സംഘത്തെയും വളരെ സ്നേഹത്തോട് സ്വീകരിച്ചു. They gave them food and shelter. അവർക്ക് ആഹാരവും തങ്ങും സ്ഥലവും ഒരുക്കി കൊടുത്തു. The next morning when they left, പിറ്റേ ദിവസം ആ പട്ടണം വിടുമ്പോൾ the guru prayed. ആ ഗുരു ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Lord, let these people be scattered. Let them be scattered to all the places on earth. ദൈവമേ, ഞങ്ങൾക്ക് ആഹാരവും പാർപ്പിടവും പുതപ്പും സൗകര്യവും ചെയ്തു തന്ന് ഈ ഗ്രാമവാസികളെ ഒന്ന് ചിതറടിക്കണമേ, അവർ എല്ലാ സ്ഥലത്തും ചിതറടിച്ച് പോകട്ടെ. The disciples were surprised.
ഇത് കേട്ട് നിന്ന ശിഷ്യന്മാർ അന്തം വിട്ട്. They asked the Guru the reason between the two different prayers at two different places. അങ്ങനെ ഗ്രൂപ്പിനോട് ശിഷ്യന്മാർ ചോദിച്ച്, ഇങ്ങനെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത വിചിത്ര പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? The Guru answered, ഗുരുനാഥൻ മറുപടി നൽകി, bad people should not influence others. ദുഷിച്ച സ്വഭാവമുള്ള ആളുകൾ മറ്റവരെ ഒരിക്കലും സ്വാധീനിക്കരുത്. Good people should go everywhere and influence others. നല്ല സ്വഭാവമുള്ള ആളുകൾ മറ്റവരെ സ്വാധീനിക്കുവാൻ നാനാഭാഗത്തും ചിതറിപ്പാർക്കണം. The people will catch the spirit whether it is good or bad. കാരണം സമൂഹത്തിലുള്ള ആളുകൾ അയൽക്കാരൻ നന്മ ചെയ്യുന്നവനോ തിന്മ ചെയ്യുന്നവനോ ആ സ്വഭാവം ഇവരെ പറ്റിക്കൊള്ളും. The Bible says in 2 Corinthians 2 verse 15, വേദപുസ്തകം 2 കൊരിന്ത്യർ 2:15 ഇങ്ങനെ പറയുന്നു, in them that are saved and in them that perish we are the seed savor of Christ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. Therefore go, ആകയാൽ ചെല്ലുവിൻ, do good to all, നന്മ എല്ലാവർക്കും ചെയ്യുവിൻ, influence others to Christ, മറ്റവരെ ക്രിസ്തുവിനായി സ്വാധീനിപ്പിൻ, and there shall be one flock and one shepherd. അങ്ങനെ ഒരു ആട്ടിൻകൂട്ടമും ഒരു ഇടയനും ആയിത്തീരും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.